മഹറൂൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, പൊതുജനങ്ങളുടെ ഇടയിലും മഹറൂൻ എന്ന വാക്ക് ഈയിടെ ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ പേരിൽ, സഭയിൽ ഉടലെടുത്ത ചില സംഭവവികാസങ്ങളുടെ പേരിൽ എല്ലാവരാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്. എന്താണ് മഹറൂൻ, എപ്പോഴാണ് അത് പ്രയോഗിക്കേണ്ടത്, ഈ കാര്യങ്ങളെ കുറിച്ച് അതിന്റെ നിയമപരമായ വശങ്ങൾ നിയമപണ്ഡിതർക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. എങ്കിലും എന്താണ് മഹറൂൻ? അതായത് ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾക്കെതിരെ ഉള്ള പാഷണ്ഡതകളാണ്. ആ പാഷണ്ഡതകൾക്ക് നൽകുന്ന ശിക്ഷയായിരുന്നു മഹറൂൻ. ഉദാഹരണമായിട്ട് ഇപ്പോൾ സഭയിലെ വിശ്വാസ സത്യങ്ങൾക്കെതിരെ ഒത്തിരി പാഷണ്ഡതകൾ ഉണ്ടായിരുന്നു. പാഷണ്ഡത എന്ന് പറഞ്ഞാൽ വിശ്വാസ സത്യങ്ങളെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് പാഷണ്ഡത എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നെസ്തോറിയൻ പാഷണ്ഡത, ആര്യൻ പാഷണ്ഡത, അങ്ങനെ പാഷണ്ഡതകൾ ഒത്തിരി ഉണ്ട്. അതിന് ഇപ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നവരുണ്ട്, ദൈവം തന്നെയാണ് പുത്രനായിട്ട് അവതരിക്കുന്നതെന്ന് പറയുന്ന പാഷണ്ഡതയുണ്ട്. അങ്ങനെയുള്ള പല പാഷണ്ഡതകൾക്കും സഭ കാലാകാലങ്ങളിൽ സൂനകദോസ് കൂടി അത്തരം ആൾക്കാരെ ശപിച്ചു തള്ളുകയും അവരെ മഹറൂൻ ചൊല്ലി പുറത്താക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ശിക്ഷ കൊടുത്തിരുന്നത് ഇത്രയും വിശ്വാസ സത്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴാണ്. ഇപ്പോ നമ്മൾക്ക് പലർക്കും പല സംശയങ്ങളുണ്ട്. ഇത്രയും കടുത്തതല്ലാത്ത ശിക്ഷകൾ വരുന്ന, അതായത് ഇപ്പൊ സഭയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾക്കെതിരെ ഈ മഹറൂൻ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചില തർക്കങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോ പ്രാർത്ഥനകൾക്ക് വ്യത്യാസമില്ലാതെ പുരോഹിതൻ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നതും അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നതും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങളുടെ പേരിൽ, അതായത് ആ ആചാരങ്ങളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾക്ക് വേണ്ടി മഹറൂൻ എന്ന ശിക്ഷ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഒരു സാധാരണ ഒരു ജോലിക്കാരൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് മുമ്പേ അവരുടെ പരാതി കേൾക്കാൻ ആ ഉടമസ്ഥൻ അവർക്ക് നോട്ടീസ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടും. അത് തൃപ്തികരമല്ലെങ്കിൽ മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു നോട്ടീസിലൂടെ, സർക്കുലറിലൂടെയോ ഇത്രയും 6 ലക്ഷത്തോളം വിശ്വാസികളെയും 450 വൈദികരുടെയും പേരിൽ ഇങ്ങനൊരു മഹറൂൻ എന്ന ആയുധം പ്രയോഗിക്കാൻ സാധിക്കുകയില്ല. ഇപ്പം കാലാകാലങ്ങളിൽ നമ്മൾ പുറത്താക്കിയിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അറിയാനാണെങ്കിൽ ഇപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പുറത്താക്കിയിട്ടുണ്ട്. അയാൾ അങ്ങനെ പുറത്താക്കുന്നതിന് മുഖ്യമായ കാരണം ഉണ്ടായിരുന്നത് ദണ്ഡവിമോചനം എന്ന് പറയുന്ന ഒരു സഭയുടെ വരുമാന മാർഗമാക്കി മാറ്റിയ ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. അതിനെതിരെ അങ്ങേര് പ്രക്ഷോഭം ഉയർത്തിയിട്ടുണ്ട്. പിന്നെ ബൈബിളിൽ ഇല്ലാത്തതൊന്നും വിശ്വാസ സത്യങ്ങളായിട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടും അങ്ങേരെ എടുത്തിരുന്നതുകൊണ്ട് അങ്ങേരെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി മെത്രാന്മാരെയും ദൈവശാസ്ത്രജ്ഞരെയൊക്കെ ഈ പാഷണ്ഡങ്ങളുടെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട്. അത്തരം ഒരു നടപടി സാധാരണക്കാരുടെ പേരിൽ എടുത്തതായിട്ട് നമ്മൾക്ക് അറിയത്തില്ല. അങ്ങനെ മാത്രമല്ല, ഇത്രയും ഒന്നിച്ച് അങ്ങനെ ഒരു ശിക്ഷാ നടപടി എടുക്കാൻ സഭയ്ക്ക് സാധിക്കുകയില്ല. ഇതാണ് മഹറൂനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മഹറൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സംക്ഷിപ്ത രൂപം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ വിശ്വാസ സത്യങ്ങൾക്ക് എതിരെയുള്ള പാഷണ്ഡതകൾക്ക് അല്ലെങ്കിൽ കഠിനമായ വിശ്വാസ സത്യങ്ങൾക്ക് എതിരെയുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. അത് പണ്ട് കാലത്ത് ഇപ്പൊ നെസ്തോറിയൻ പാഷണ്ഡത എന്ന ഉദാഹരണമായിട്ട് എടുത്താൽ, നെസ്തോറിയൻ പാഷണ്ഡതയിൽ പറയപ്പെടുന്നത് ദൈവം പുത്രനായിട്ടല്ല യേശുക്രിസ്തു ജനിച്ചിരിക്കുന്ന മനുഷ്യപുത്രനായിട്ടാണ്. കാര്യം ദൈവത്തിന് മാതാവില്ല, മനുഷ്യപുത്രനാണ് മാതാവുള്ളത്. അപ്പം മാതാവിൽ നിന്ന് ജനിച്ചതുകൊണ്ട് യേശുക്രിസ്തു ദൈവം അല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് നെസ്തോറിയൻ പാഷണ്ഡത. അത് ദൈവശാസ്ത്രജ്ഞനായിരുന്നു, അത് എന്റെ ഉപജ്ഞാതാവ് തന്നെ. അപ്പൊ അങ്ങേരെ ശിക്ഷിക്കാൻ വേണ്ടി ഈ മഹറൂൻ ചൊല്ലുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അങ്ങനെ സഭയിൽ നിന്ന് പുറത്താക്കുകയും മഹറൂൻ ചൊല്ലി പുറത്താക്കുകയാണ് ഉണ്ടായത്. അതാണ് മഹറൂൻ എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഠിന തെറ്റ് ചെയ്യുന്നവർക്ക് ചെറിയ ശിക്ഷ കൊടുത്താൽ പോരാ, അവർക്ക് കഠിന ശിക്ഷ തന്നെ കൊടുക്കണം. നമ്മൾ ജീൻ വാൽജിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഒരു ബ്രെഡ് മോഷ്ടിച്ചതിന് 19 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അത്രയും കടുത്ത ശിക്ഷ കൊടുക്കുന്നത് പോലെ ഇവിടെ ചെറിയ തെറ്റിന് വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് തെറ്റാണെങ്കിൽ ആ തെറ്റിന് ചെറിയ ശിക്ഷകളെ കൊടുക്കാൻ പറ്റുള്ളൂ. വലിയ ശിക്ഷകൾ കൊടുക്കുന്നത് വലിയ തെറ്റുകൾക്കായിരിക്കണം. ഇതുപോലെയുള്ള വിശ്വാസ സത്യങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ മഹറൂൻ ചൊല്ലാൻ പാടുള്ളൂ.
അതാണ് മഹ്റുവിന്റെ നിയമം.